ഇന്നത്തെ ഒരു പ്ലാൻ ഹണ്ടിങ് വീഡിയോ ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ, ഇങ്ങനെ ഫ്രീ ആയിട്ട് റോഡിൻ്റെ സൈഡിൽ നിന്നൊക്കെ പ്ലാന്റ് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ്. അഗ്ലോണിമയുടെ വെറൈറ്റിയാണ്. ഡംകെയിനിൻ്റെ അഗ്ലോണിമയുടെ ഒക്കെ ഫാമിലിയാണ്. ഇതും ഡംകെയിനാണ്. നല്ലൊരു കിഡിലും കളറായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് സാൻസേവരിയ പ്ലാന്റ് നിന്നിട്ടുണ്ടായിരുന്നു. ഗ്രീൻ കളർ സാൻസേവരിയാണ്. അപ്പം ഞാൻ സാൻസേവരിയ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അതെടുത്തിട്ടില്ല. സ്നേക്ക് പ്ലാന്റ് എന്നൊക്കെ പറയും, സർപ്പ പോള എന്നോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ പേരുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ എടുത്തു. പിന്നെ എന്താണ് ഈ ഒരു ഫേൺ, നമ്മുടെ പൂച്ചയുടെ കാൽപാദം പോലെ ഇരിക്കുന്ന ഈ ഒരു ഫേൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതെന്ന് പറയുന്നത് നമ്മളൊരു കുഞ്ഞ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് ചകിരിയൊക്കെ വെച്ച് അല്ലെങ്കിൽ കൊക്കോപ്പീറ്റൊക്കെ ഇട്ട് നട്ട് വെക്കാമെങ്കിൽ നല്ല ഭംഗിയിലിരിക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇവിടെ നിന്നൊരു അലമാൻ്റെ മഞ്ഞയും കൂടി കിട്ടിയിരുന്നേ. പിന്നെ ഇവിടെയൊക്കെ ഉരുളൻ കല്ലുകൾ കിടന്നിരുന്നു. ഞാൻ 2-3 ഉരുളൻ കല്ലും കൂടി പെറുക്കിയെടുത്തേ. നമുക്കത് ചെടികളുടെ ചുവട്ടിൽ വെക്കാമല്ലോ എന്ന് കരുതി. അപ്പോഴുണ്ട് ആസ്പെരഗസ് ഫാണ് ഭംഗിയിലും കേമനാണ്, ഗുണത്തിലും കേമനാണ്. അപ്പം ഞാനത് കമ്പൽസറി ആയിട്ട് എടുക്കണം എന്ന് തന്നെയാണ് വിചാരിച്ചത്. പിന്നെ അതിന് തൊട്ട് മുകളിലായിട്ട് ഈ ഒരു ചെടിയെ കിട്ടി. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പ്ലാസ്റ്റിക് ഇലയെന്ന് പെട്ടെന്ന് കണ്ടാൽ പറയുള്ളൂ. അപ്പോൾ ക്യാമറ സൈഡിലേക്ക് പോയെന്ന് വെച്ചാൽ ഫോണും പിടിച്ചിട്ട് ഇങ്ങനെ പ്ലാന്റ് എടുത്തപ്പോഴത്തേക്കും കറക്റ്റായി കിട്ടാഞ്ഞാണ്. പക്ഷേ പ്ലാന്റ് പൊളിയാണ്, അടിപൊളിയാണ്. മഞ്ഞപ്പൂ വരുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ക്ലൈമറ്റിൽ നല്ലോണം പിടിച്ച് വരുന്ന പ്ലാന്റ്സ് തന്നെയാണ്. നാടൻ പൂക്കളാണ്. പഴയ ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ അവർക്കൊക്കെ അറിയാമായിരിക്കും. എൻ്റെ അച്ഛനൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ എനിക്ക് അറിയാമെന്നുള്ള കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സിൻ്റെ പേര് മാത്രമേ ഞാൻ ഇതിൽ പറയുന്നുള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ റോഡ് പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് എപ്പീഷ്യ പോലത്തെ ഈ ഒരു പ്ലാന്റ് കിട്ടിയത്. ഇതൊക്കെ മന്ദാരത്തിൻ്റെ തൈകളാണ്. പിങ്ക് മന്ദാരത്തിൻ്റെ തൈകളായിരുന്നു ഈ താഴ്വാരത്ത് കിടന്നത്. അപ്പോൾ നോക്കിയൊക്കെ ഒരു ക്യൂട്ട് ഇലയുമായിട്ട് ഒരു ചെടിയെ കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഈ തേയിലത്തോട്ടത്തിൻ്റെ സൈഡിൽ തണുപ്പേറ്റ് പാറകൾക്കിടയിൽ കിടക്കുകയായിരുന്നു. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇതിലൊരു ഓറഞ്ച് ഫ്ലവർ വരും എന്നാണ് തോന്നണേ. സൈഡിലൊരു ചൊറിയണം നിൽക്കുമായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നോക്കിയപ്പോൾ നേരത്തെ ഞാൻ കാണിച്ച എപ്പേഷ്യ പ്ലാന്റ് പോലത്തെ പ്ലാന്റിൻ്റെ ഡാർക്ക് വയലറ്റ്, ഒരു തരം ബ്ലാക്ക് പോലെ തന്നെ ഇരിക്കുന്ന വയലറ്റ് എന്നും പറയാൻ പറ്റില്ല, കറുപ്പെന്നും പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ചെടി. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ തണുപ്പ് സ്ഥലത്ത് മാത്രമേ വളരുള്ളൂ എന്ന് തോന്നുന്നു. എന്നാലും ഒരു പരീക്ഷണം പോലെ കൊണ്ട് നട്ട് നോക്കാമെന്ന് വിചാരിച്ചു. എല്ലാം ഒരു രക്ഷയില്ല. നല്ല കളർഫുള്ളായിരുന്നു. അടിയിലൊക്കെ ഒരു തരം ഡാർക്ക് വയലറ്റും പുറത്ത് ഒരുമാതിരി കറുപ്പ് നിറമായിരുന്നു. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. പിന്നെ നേരത്തെ പടർന്ന് കിടന്നില്ലേ, ആ ചെടിയുടെ ഒരു കുഞ്ഞു തൈ എടുത്തിട്ടുണ്ട്. അപ്പം അവിടേക്ക് ഒരുപാട് ഈ ചെടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കുറച്ചൊക്കെ ഞങ്ങൾ എടുത്തിട്ടില്ലേ. പാറയ്ക്കിടയിൽ നിന്ന് ഈ ഒരു കലേഡിയം വളർന്ന് നിൽപ്പുണ്ടായിരുന്നു. ഈ കലേഡിയത്തിന് കിഴങ്ങല്ല, ഇതിൻ്റെ റൂട്ടിൽ നിന്നാണ് നമ്മുടെ അക്കേഷ്യ പോലെ റൂട്ടിൽ നിന്ന് ഇങ്ങനെ തൈകൾ മുളച്ചാണ് വരുന്നത്. അവിടെ ആ പാറയുടെ ഇടുക്കിലൊക്കെ വേറെ ഉണ്ടായിരുന്നു ഈ ചെടികൾ. നോക്കി ഇതിലൊക്കെ നമ്മുടെ ഭയങ്കര വില കൊടുത്ത് വാങ്ങുന്ന കലേഡിയൊക്കെ ഇതിൻ്റെ പുറത്ത് വെറുതെ കിടക്കുമായിരുന്നു. ഇതൊരു കാട്ടുചെടിയാണ്, പക്ഷെ നല്ല കളർ കണ്ടിട്ട് ഞാൻ ഇല കാണിച്ചു തന്നെയാണ്. ഡ്രാക്കുള കലേഡിയത്തിൻ്റെ ഒരു ഫേസ് കട്ടൊക്കെ ഉണ്ട് കണ്ടോ. ഈ മരത്തിൽ അത്രയും വളർന്ന് നിൽക്കുകയാണ്. ഇതിൻ്റെ റൂട്ട് പോകുന്നിടത്തൊക്കെ ഇതിൻ്റെ തൈകൾ മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് കുറച്ച് പ്ലാന്റ്സൊക്കെ ഞങ്ങൾ കളക്ട് ചെയ്തെടുത്തു. റൂട്ട് പൊട്ടാതെ കിട്ടണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറച്ച് പ്ലാന്റ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ മരങ്ങളുടെ ഇടയിലൊക്കെ കൈയിടാനായിട്ട് ഇത്തിരി പേടിയായിരുന്നു. അല്ല എന്തെങ്കിലും പാമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കടിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഈ നോക്കിയിട്ടൊക്കെയാണ് കൈ ഇട്ടത്. തേയിലും പൊട്ടിപ്പോയി. ആദ്യത്തെ ഫലം പൊട്ടിയാണ് കിട്ടിയത്, ആദ്യത്തെ ഒരു പ്ലാന്റ്. അപ്പോൾ അടുത്തത് പിഴാൻ നോക്കുകയാണ്. അത് കിട്ടും എന്ന് വിചാരിച്ചു, പക്ഷെ അതും പൊട്ടിപ്പോയി. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റൂട്ട് അങ്ങ് അടിയിൽ പോയിട്ട് അവിടെ നിന്നാണ് ഒരു ഇല മുളച്ച് വന്നത്. ഫൈനലി നമുക്കിത് ഇവിടെ നിന്ന് ഒരു റൂട്ടഡ് പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ ഹാപ്പിയായി. കുഞ്ഞാണെങ്കിലും ഒരു തൈ കിട്ടിയത് കൊണ്ട്. നേരത്തെ കാണിച്ച കലേഡിയവും ഇതും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങൾ തോന്നിയേ. ഇത് നമ്മുടെ കൊലക്കേഷ്യ പോലെ ഇങ്ങനെ തല നീണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മറ്റത് പക്ഷെങ്കിലും റൗണ്ട് ഷേപ്പായിട്ടാണ് വന്നത്. അപ്പോൾ ഇതൊക്കെ വലിക്കും തോറും പൊട്ടി പോകുന്നുണ്ടായിരുന്നേ. പാറയുടെ ഇടയ്ക്ക് ഇത് വലിയൊരു ഇല കണ്ടു. അപ്പം നമ്മൾ അവനെ പതുക്കെ ഇളക്കിയെടുക്കാന്നുള്ള പ്ലാനിൽ പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഒന്ന് നോക്കിയിട്ടൊക്കെ വേണം കയറാൻ. ഞാൻ ഈ പ്ലാന്റ്സൊക്കെ കണ്ട ആക്രാന്തത്തിൽ ഇതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ, പാമ്പ് എന്തെങ്കിലും ഉണ്ടോയെന്നോ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ ചെടികൾ കാണുമ്പോൾ ഒരു തരം ഭ്രാന്താണല്ലോ.
അപ്പോൾ അതുകൊണ്ട് വേറെ ആരെങ്കിലും ആണ് പോകുന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ ഇങ്ങനെയൊന്നും എടുക്കരുത്, സൂക്ഷിച്ചൊക്കെ വേണം എടുക്കാനായിട്ട്. ഇതുപോലത്തെ ഒരു ഫാൻ എൻ്റെ വീട്ടിലുണ്ട്. എന്നാലും കണ്ടപ്പോഴത്തേക്കും ഒരു കുഞ്ഞു തൈ കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ ഫേണിൻ്റെ കളക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ കുഞ്ഞു കുഞ്ഞു പായലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ ഫേണിന് ഒരു തരം ബ്ലാക്ക് കളറും കൂടെ കയറി വരുന്നുണ്ട്. ഇത് ഓർക്കിഡ് പോലെ തോന്നി. ഓർക്കിഡ് ആണോ ഇല്ലയെന്ന് ഒരു ഉറപ്പുമില്ല. ഞാൻ കൊണ്ടുപോയി ഒരു മരത്തിൽ സെറ്റ് ചെയ്യാമെന്ന് കരുതി. ഓർക്കിഡ് ആണോ അതോ ഇനി ഫേണിൻ്റെ വല്ല ഇതുമാണോ അതോ ഇത്തിൾ പോലത്തെ ചെടിയാണോ എന്ന് ഒരു പിടിയില്ല. എന്തായാലും ഇത്തിൾ പോലത്തെ ചെടി തന്നെയാണ്. അതാണ് പാറമേലൊക്കെ പറ്റി പിടിച്ചിരുന്നത്. അപ്പോൾ അതും കുറച്ച് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഹണ്ട് ചെയ്തെടുത്തൊന്നുമില്ല. പക്ഷേ ഫ്ലവർ കണ്ടപ്പോഴത്തേക്കും നല്ല രസമുണ്ട്. നമ്മൾ ഈ ബോട്ടിലേക്ക് ഇങ്ങനെ വിട്ട് വെക്കുന്ന അതേ രീതിയായിരുന്നു. ഈ മഞ്ഞത്തും കാറ്റത്തും ഇങ്ങനെ അപ്പം താടി ഊതി കളിക്കാനായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. ഇവിടെ ഭയങ്കര കാറ്റായിരുന്നേ, ഭയങ്കര കോട ഇറങ്ങുന്ന സമയമായിരുന്നു. നമുക്കതൊന്നും അല്ലല്ലോ നോട്ടം. ഞാൻ നോക്കിയപ്പോൾ ഇവിടെ പാറയിടിക്കിൽ ഒരു യുജേനിയ പ്ലാന്റ് അടിപൊളിയായിട്ട് വളർന്ന് നിൽക്കുമായിരുന്നേ. നമ്മളൊക്കെ പൈസ കൊടുത്ത് എത്ര രൂപയ്ക്കായത് ഇത്രയും വലിയ പ്ലാന്റൊക്കെ വാങ്ങണത്. ഇവിടെ ആർക്കും വേണ്ടാതെ ഈ കാട്ടിനകത്ത് കിടക്കുമായിരുന്നേ. ഇത് നമ്മുടെ ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്, പക്ഷേ ബട്ടർഫ്ലൈയുടെ ഫാമിലിയാണ്. പൂവും അതുപോലെ ഇലയും അതുപോലെയാണ്. ഇതിലെന്തൊക്കെയോ അടിപൊളി ഗുണങ്ങളുള്ള ചെടി തന്നെയാണ്. ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല കേട്ടോ. ഇവിടെയൊക്കെ ഞാൻ വളരെ സാഹസികമായി കൈയിട്ട് ചെടികളൊക്കെ എടുത്തു. പക്ഷേ ഇഴജന്തുക്കളൊക്കെ ഉള്ള സ്ഥലമാണെന്ന് ഒരു അപ്പം പറഞ്ഞു. ഞങ്ങൾ പോകുന്ന വഴിക്ക് കിട്ടിയ മറ്റൊരു ചെടിയാണ്. ഇത് അടിപൊളി ഭംഗിയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, അത്ര ഭംഗിയായിരുന്നു. ഇത് അധികമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ തുമ്പപ്പൂവിൻ്റെ ഇലയും ഓർക്കിഡ് പോലെ കുലുകുലയായിട്ട് ഫ്ലവറും വരുന്ന ഒരു പ്രത്യേക ഒരു പൂവായിരുന്നു. നല്ല ഡാർക്ക് പർപ്പിൾ നടുക്കും സൈഡെല്ലാം ഒരു പിങ്ക് ഷെയ്ഡും ആയിരുന്നു. ഇതവിടെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത കലേഡിയത്തിൻ്റെ കുറച്ച് അപ്പൂപ്പന്മാരൊക്കെ ഇവിടെ നിൽപ്പുണ്ടായിരുന്നേ. പാറയിടിക്കൽ പോയപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ്, കിലുക്കി പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ചെടി അതൊക്കെ മുട്ടിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഇത് ഒരു തുളസിയാണെന്ന് തോന്നുന്നു, തുളസി പോലെ ഇരുന്നു. എന്തായാലും ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ ഒരു തൈ എനിക്ക് വേണമായിരുന്നു. എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു ടൈപ്പല്ല, കുറച്ച് വ്യത്യാസമുള്ളതായിരുന്നു. ഇത് കുരുമുളക് ചെടി പോലെ ഇരിക്കുന്നു, പക്ഷേ കുരുമുളകല്ല, ഫിലോഡെൻഡ്രോൻ്റെ ഫാമിലി പോലെ എനിക്ക് തോന്നി. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വള്ളി പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്ലാന്റ് ഹണ്ടിങ് എന്ന് പറയുന്നത് ഒരു ഹരമാണല്ലേ. പ്ലാന്റ്സിന് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ഓരോ തവണയെങ്കിലും ഇങ്ങനെ പ്ലാന്റ്സ് വെളിയിൽ നിന്നുള്ള റോഡിൽ കാണുന്ന കാട്ടിൽ കാണുന്നൊക്കെ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് കളക്ട് ചെയ്ത് നോക്കണേ. അപ്പോൾ അതിൽ കിട്ടുന്ന ഒരു സന്തോഷം ഒരു വേറെ ലെവലാണ് കേട്ടോ. പുതിയ പുതിയ പ്ലാന്റ്സുകൾ കിട്ടുന്തോറും നമ്മളെ ഹാരം കൂടി കൂടി വരും. അപ്പം ഞാൻ ഇനി അടുത്ത ആരെ കിട്ടട്ടെ എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് പാറയുടെ ഇടയിലൊക്കെ വേറെ പുതിയ പുതിയ ആൾക്കാരെ കണ്ടു. അപ്പോൾ അടുത്ത വീഡിയോ പാർട്ട് 2 ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്.